ഹായ് ഹലോ വണക്കം വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ഗൗരി ഗോപൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് തൊട്ട് നിങ്ങളിങ്ങനെ കുറച്ച് നമ്മുടെ ചാനലിൽ കാണാത്ത തരത്തിൽ കുറച്ച് സീരീസ് ആയിരിക്കും കാണുക. ബിക്കോസ് ഞാൻ ഇപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിൽക്കുകയാണ്. നമ്മളൊരു ട്രിപ്പ് പോവാണ്, ഒരു ചെറിയ വെക്കേഷന് പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ അപ്പൂപ്പൻ, അമ്മുമ്മ, പിന്നെ എൻ്റെ കസിൻ അങ്കിതയും ഉണ്ട്. ഞങ്ങൾ 4 പേരും കൂടെയാണ് ഈ ട്രിപ്പ് പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ 2 പേരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. എത്രാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്? നോട്ട് ദ പോയിൻറ്റ്, 56ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അങ്ങനെ വെറുതെ ചുമ്മാ വീട്ടിലൊരു കേക്ക് മുറിച്ച് ആഘോഷിക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പം ഐ തോട്ട് ഇവർക്ക് ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഒരു എന്താ പറയുക, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്ഥലം ചൂസ് ചെയ്ത് അങ്ങോട്ടേക്കുള്ള പ്ലാനും ഐറ്റനറി എല്ലാം സെറ്റ് ചെയ്ത് ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. പക്ഷേ ഇവർക്ക് ഏതാണ് സ്ഥലം എന്ന് മാത്രം അറിയില്ല. അതിൽ വിഷമമുണ്ടോ? വിഷമമില്ല. സർപ്രൈസ് ഇഷ്ടമാണോ? അതോ ഞാനിപ്പോൾ പറയണോ ആ സ്ഥലം ഏതാണെന്ന്? സർപ്രൈസ് ഇഷ്ടം. 2 പേർക്കും സർപ്രൈസ് ഇഷ്ടമാണ്. ഇവരുടെ വിസയും പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തേ. ഇവർക്കൊരു ചെറിയ ഹിൻറ്റ് പോലും കൊടുക്കാതെയാണ് ഞാൻ ഇതുവരെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ എങ്ങനെയെങ്കിലും ചിലപ്പോൾ ഫ്ലൈറ്റ് കയറുമ്പോൾ ഞാൻ പറയുമായിരിക്കും, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതുവരെ, അതായത് ഞങ്ങൾ ഈ എയർപോർട്ടിൽ ഇരിക്കുന്നത് വരെ എങ്ങനെയാണ് അതിൻ്റെ പ്ലാനിങ്, എങ്ങനെ എത്ര ദിവസം എടുക്കും, അതിൻ്റെയൊക്കെ ഒരു ചെറിയ ബിറ്റ് നിങ്ങൾ പോയി കണ്ടിട്ട് വരിക. ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ വന്നിട്ട് വളരെയധികം സ്പെഷ്യലാണ്. ചിലപ്പോൾ ഞാനിത് ഇടുമെന്ന് പോലും അറിയത്തില്ല. കാരണം ദിസ് ഈസ് ഒരു പ്ലാനിങ് വ്ളോഗാണ്. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഇന്ന് ഞാനിവിടെ വെറുതെ ഇരുന്നപ്പോൾ ഐ വാസ് പ്ലാനിങ് എങ്ങോട്ടെങ്കിലും ഒന്നൊരു ട്രാവൽ ചെയ്യാം. നോട്ട് എന്താ പറയുക, ലോക്കൽ ട്രാവലല്ല, ഒരു ഇൻ്റർനാഷണൽ ട്രാവൽ തന്നെ ഞാൻ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ ഇത് എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും, അതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഐ തോട്ട് എന്താ പറയുക, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സ്ഥലമെടുത്ത് അവിടെ നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, എന്തൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡുണ്ട്, എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാം, മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് എടുത്ത് വെച്ചേക്കാം. പ്ലാനിങ്ങും ഒരു രസകരമായിട്ടുള്ളൊരു സ്റ്റേജാണല്ലോ. അപ്പോൾ ഞാൻ ഐ തോട്ട് ഓഫ് ഷെയറിങ് ഇറ്റ് വിത്ത് യു. ഹോപ്പ് എവ്രി വൺ ഈസ് എൻജോയിങ് ഇറ്റ്. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു കണ്ടിന്യൂ വാച്ചിങ്. അതല്ല ഏതെന്തൊരു വ്ളോഗാണ്, എന്തൊരു ബോറിങ് അങ്ങനെ തോന്നുകയാണെങ്കിൽ പ്ലീസ് ടു സ്കിപ്പ് ദ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ ഓപ്പണിങ് ദിസ് വീഡിയോ. അപ്പോൾ ഏത് സ്ഥലമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പം നമ്മുടെ കയ്യിലൊതുങ്ങണമല്ലോ. അപ്പോൾ ചിലപ്പോൾ തായ്ലൻഡ് ആവാം, വിയറ്റ്നാം ആവാം, ഇന്തോനേഷ്യ, ബാലി, ഐ ഡോണ്ട് നോ. ഇങ്ങനെ നമുക്ക് നോക്കാം. നമുക്കിങ്ങനെ കുറേ റെഫറൻസ് എടുത്ത് ലാസ്റ്റ് ഫിൽട്ടർ ഔട്ട് ചെയ്ത് നമുക്ക് ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ജമ്പ് ചെയ്യാം. സോ കം ഓൺ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അങ്ങനെ നമ്മൾ നമ്മുടെ ദൗത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കൺട്രീസ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കൺട്രീസ് നോക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോരോ കാറ്റഗറീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്ലേസിൽ എന്താണ് മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ളത്, എവിടെയാണ് അഫോർഡബിളായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ഫുഡാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ എങ്ങനെ പറ്റും? ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ല ഗൈസ്, ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ല. ഇത് ഓൾമോസ്റ്റ് ഞാൻ മോർ ദാൻ 1.5 month എടുത്തിട്ടാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു സ്ഥലത്തിലേക്ക് ഞാൻ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഓരോരുത്തവരെ വിളിച്ച് ചോദിച്ച് അവിടുത്തെ ഫീഡ്ബാക്കൊക്കെ കേട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മുടെ ട്രിപ്പിൻ്റെ പ്ലാനിങ്ങിൽ ഈ സർപ്രൈസ് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതൊരു സർപ്രൈസ് പരിപാടി തന്നെ ആയിക്കോട്ടെ. ഞാൻ ട്രാവൽ ചെയ്യുന്നത് എൻ്റെ കസിൻ സിസ്റ്റർ പിന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ്. ഞങ്ങൾ 4 പേര് മാത്രമാണ് ട്രിപ്പിന് പോകുന്നത്.
ആൻഡ് ഓൾസോ ഗ്രാൻഡ് പേരൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു സംഗതി അങ്ങോട്ട് കളറാക്കി കൊടുത്തേക്കാവെന്ന്. പറഞ്ഞു വന്നത്, നിങ്ങളെപ്പോലെ അവർക്ക് 3 പേർക്കും അറിയത്തില്ല നമ്മൾ എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നതെന്ന്. പിന്നെ ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലും ഹിൻറ്റ് കിട്ടി കാണുമെങ്കിലേ ഉള്ളൂ, ബട്ട് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് കോവളമുണ്ടായത്. സോ ഇതാണ് ഇതിൻ്റെ ബാക്ക് സ്റ്റോറി. അപ്പോൾ നമുക്ക് തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാം. According to the data reflected on boarding pass. Usage of electronic devices is not allowed to detect alcohol departure. Full of taxi and the exit of the aircraft, all the red tablets and the safety features of the aircraft must be മാഗസീൻ വായിച്ചും കുറച്ചുറങ്ങിയും നമ്മുടെ 4 മണിക്കൂർ യാത്ര നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. അപ്പോൾ എവിടെയാണ് ലാൻഡ് ചെയ്തത്, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ. അപ്പോൾ നമ്മൾ സിം മേടിക്കാനായിട്ട് പോവാണ്. പോകുന്ന വഴി ഈ ഒരു കോഫി ഷോപ്പ് നമ്മളൊന്ന് നോക്കി. പക്ഷേ അതിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അവൻ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പല്ല. സോ അവനെ അങ്ങനെ തന്നെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് അങ്ങ് നടന്നു. ഈ ഹോട്ട് ലിങ്ക് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ സിം മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു 18 റിങ്കറ്റേ ആയിട്ടുള്ളൂ. അത് സിം മേടിച്ച് ആക്റ്റീവായി നമ്മുടെ ഡ്രൈവർ ചേട്ടനെയൊക്കെ വിളിച്ചിട്ട് നമ്മളൊരു കോഫി കുടിക്കാനായിട്ട് തപ്പുകയാണ്.